കേട്ടോ. ഫുള്ളും വൈറൂസി പറഞ്ഞ ഫുള്ളും പ്യുവർ പട്ടിന്റെ കൈത്തറിയുടെ കാഞ്ചീപുരം സാരിയുടെ കളക്ഷനാണ് കാണാൻ പോകുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ ഉൾഭാഗത്തേക്ക് വരിക. ഇതൊക്കെ നിറയെ നമുക്ക് ഇപ്പോൾ ബ്ലൗസ് റിച്ച് പല്ലു ആയിരിക്കും. 7000 വരുന്നത്. 7000 നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് നെയ്ത് വന്ന പോൾക്കാർഡ് ഡിസൈൻ സോഫ്റ്റ് പല്ലുവിലേക്കും ഫുള്ളും കൊടുത്തിരിക്കുന്ന ഡിസൈനും ചെറിയ കോയിൻ വർക്കിന്റെ പോൾക്കാർഡ് ഡോട്ടിന്റെ ചെറിയൊരു കോയിൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. വെയിറ്റ്ലെസ്സും ആണ്, നല്ല വെയിറ്റ്ലെസ് ആണ്. ഇതൊക്കെ നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് പുതിയതായിട്ട് നെയ്ത് വന്ന സാരികൾ തന്നെയാണ് കേട്ടോ. നല്ല അപ്പോൾ ഇന്നത്തെ ഗിവ് അവേ ക്വസ്റ്റ്യൻ, ഗിവ് അവേ സാരികളുണ്ട്. ഇത് നോക്കും, അടിപൊളിയായിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡ് വിത്ത് ഉള്ളിലേക്ക് വർക്കും വേണ്ടാന്നാണെങ്കിൽ പല്ലുവിലേക്ക് മാത്രം വർക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് സിമ്പിൾ, ഒരു വർക്കൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്യുവർ കാഞ്ചീപുരം കൈത്തറി ഡബിൾ വാർപ്പിൽ നെയ്ത് വരുന്ന സാരി കളക്ഷനാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഡബിൾ വാർപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സാരീനെ നോക്കൂ. ഉള്ളിലേക്ക് വൈരൂസിയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുള്ളും വൈരൂസി പറഞ്ഞാൽ ഓരോ നൂലും കൈകൊണ്ട് കോർത്ത് ഇത്രയും ഇപ്പോൾ ഇതിൽ ഈ വർക്കിലെല്ലാം കൈകൊണ്ട് തന്നെ കോർത്തെടുത്ത് വരുന്ന ഡിസൈൻ ആയത് കാരണമാണ് ഇതിന് വൈരൂസി എന്ന് പറയുന്നത് കേട്ടോ. കോൺട്രാസ്റ്റ് ആണ് ഇതിൽ. ബ്ലൗസും അതേപോലെ പല്ലും കോൺട്രാസ്റ്റിലേക്ക് വരുന്ന ഡിസൈനാണ്. പല്ലുവിലേക്ക് നോക്കൂ, ഫുള്ളും റിച്ച് പല്ലു തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ കൊടുത്തിരിക്കുന്ന കസവും നല്ല പ്യുവർ പട്ടിൻ്റെ കസവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെയ്തെടുത്തിരിക്കുന്ന നൂല് വന്നിട്ട് ഡബിൾ വാർപ്പാണ്. അതായത് നമ്മൾ നെയ്തെടുക്കുമ്പോൾ സിംഗിൾ വാർപ്പ്, ഒരു വാർപ്പ്, 1.5 വാർപ്പ്, ഡബിൾ വാർപ്പ് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഒരു വാർപ്പാകുമ്പോൾ പട്ടിൻ്റെ കുറച്ച് ക്വാളിറ്റിക്ക് ചെറിയൊരു കുറവുണ്ടാവും. 1.5 വാർപ്പിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ പട്ടായിരിക്കും. ഡബിൾ വാർപ്പിലേക്ക് ആകുമ്പോൾ നല്ല പ്യുവർ പട്ടിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സാരി കളക്ഷനാണ്. അപ്പോൾ ഇത് ഫുള്ളും ഇന്നത്തെ വീഡിയോ ഫുള്ളും പ്യുവർ പട്ടിൻ്റെ കൈത്തറിയുടെ കാഞ്ചീപുരം സാരിയുടെ കളക്ഷനാണ് കാണാൻ പോകുന്നത്. ഇതിപ്പോൾ ഈ ആഴ്ച നെയ്ത് വന്ന സാരികൾ മാത്രമേ ഞാനിപ്പോൾ ഒരു 20-25 സാരികൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ അതാത് ആഴ്ച വരുന്ന സാരികളും കുറേ സാരികൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ആഴ്ചത്തെ ഒരു പുതിയ പാറ്റേണിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ദീപാവലി സാരികളാണ് എല്ലാം. പുതിയതായിട്ട് ഇപ്പോൾ ഈ ആഴ്ച നെയ്ത് വന്ന പുതിയ സാരികളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ. ഇതിങ്ങനെയാണ് സാരിയുടെ ഉൾഭാഗത്തേക്ക് വരിക. ഇതൊക്കെ നിറയെ നമുക്ക് ഒരുപാട് സാരി പോകുന്നൊരു കളക്ഷനാണ്. വെഡ്ഡിങ് കസ്റ്റമറാണ് കൂടുതലും വന്ന് എടുത്തു പോകുന്നത്. അവർക്ക് സ്വന്തം ഉപയോഗിക്കാനും അതേപോലെ കല്യാണ പെണ്ണിന് സെക്കൻഡ് സാരിക്കൊക്കെ പ്യുവർ പട്ടാകുമ്പോൾ ഇപ്പോൾ ബ്ലൗസ് റിച്ച് പല്ലു ആയിരിക്കും. ബ്ലൗസ് അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരിക. എല്ലാം വിത്ത് ബ്ലൗസ് 6.25 മീറ്റർ ഉണ്ടാവും കേട്ടോ. സാരി എല്ലാം നല്ല ലെങ്ത്തുള്ള സാരികൾ തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് സാരിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ. അതേപോലെ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നതും ഇപ്പോൾ നെയ്ത് വന്നതെല്ലാം നല്ല നല്ല കോൺട്രാസ്റ്റ്, നല്ല അടിപൊളിയായിട്ടുള്ള കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു കളർ ഞാൻ കാണിച്ചത് ഇതേ സെയിം ഡിസൈൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് നെയ്ത് വന്ന പോൾക്കാർഡ് ഡിസൈൻ സോഫ്റ്റ് സിൽക്കിൽ തന്നെ കൈത്തറിയിൽ തന്നെ പോൾക്കാർഡ് ഡിസൈനിൽ നെയ്പ്പിച്ചെടുത്തിരിക്കുന്ന ഒരു പുതിയ ഡിസൈനാണ്. ഇതും കോൺട്രാസ്റ്റാണ് വരുന്ന ഷെയ്ഡ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണാത്തൊരു ഡിസൈൻ തന്നെ ആയിരിക്കും കേട്ടോ. പോൾക്കാർഡ് ഡോട്ടിൻ്റെ നമ്മൾ കൈത്തറി അതെ സെറ്റ് സാരിയിലാണ് നമ്മൾ പോൾക്കാർഡ് നെയ്പ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ കൈത്തറി കാഞ്ചീപുരത്തിലും പോൾക്കാർഡ് ഡിസൈൻ ഇട്ടിട്ട് ഇപ്പോൾ ചെയ്ത് വന്നിരിക്കുന്നത്. പല്ലുവിലേക്ക് നോക്കൂ. പല്ലുവിലേക്കും ഫുള്ളും കൊടുത്തിരിക്കുന്ന ഡിസൈനും ചെറിയ കോയിൻ വർക്കിൻ്റെ പോൾക്കാർഡ് ഡോട്ടിൻ്റെ ചെറിയൊരു കോയിൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സാരി ബോഡി ഓൾ ഓവർ ബോഡി ഫുള്ളും പോൾക്കാർഡ് ഡിസൈൻ തന്നെയാണ് വരിക. അതേപോലെ കളർ കോമ്പിനേഷൻ നോക്കൂ. നല്ലൊരു ഒനിയൻ പിങ്കിൽ ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് പല്ലുവും ബ്ലൗസും വരിക. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ ഇതെല്ലാം ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാം ഡബിൾ വാർപ്പാണ്. എല്ലാം പ്യുവർ കൈത്തറിയുടെ ഡബിൾ വാർപ്പിൻ്റെ സാരികളാണ് കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ച് ആണ്. 2 കളേഴ്സ് ഇപ്പോൾ ഇട്ട് നെയ്പ്പിച്ചിട്ടുള്ളൂ. ഈ ആഴ്ച ഇപ്പോൾ പുതിയതായിട്ട് നെയ്ത് വന്ന കളർ സെറ്റാണ്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റലായിട്ട് വേണമെന്നുണ്ടെങ്കിലും കൊറിയറായിട്ട് വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. അപ്പോൾ അവർ റേറ്റും അതിൻ്റെ ഓപ്പൺ പിക്ചറൊക്കെ കാണിച്ചു തരും. എങ്ങനെയാണ് കേട്ടോ. അത് നോക്കൂ, നല്ല പേസ്റ്റൽ ഷെയ്ഡാണിത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. വെയിറ്റ്ലെസ്സും ആണ്, നല്ല വെയിറ്റ്ലെസ് ആണ്. ബ്ലൗസും പല്ലുവും നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. പല്ലുവിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഫുള്ളും കോയിൻ വർക്കിൻ്റെ പോൾക്കാർഡ് ഡോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബോഡി ഓൾ ഓവർ ഫുള്ളും പോൾക്കാർഡ് ഡോട്ടിൻ്റെ ഡിസൈനാണ്. ഈ ഡിസൈൻ നിങ്ങൾ എവിടെയും കാണാത്തൊരു ഡിസൈൻ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങൾ കുത്താമ്പുള്ളിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, ഷോപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പുള്ളി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ്. നിങ്ങൾ തിരുവല്ലാമല ടൗൺ കഴിഞ്ഞ് കയറിയതും കുറേ ഷോപ്പ് കാണാൻ പറ്റും. അവിടെ നിന്നൊക്കെ വരണം ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക്. കുത്താമ്പുള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ, കുത്താമ്പുള്ളി ഗവൺമെൻറ് UP സ്കൂളും കഴിഞ്ഞ് കുറച്ചും കൂടി മെയിൻ റോഡ് കൂടെ തന്നെ താഴേക്കുന്ന റൈറ്റ് സൈഡ് കിണർ, ലെഫ്റ്റ് സൈഡ് ഷോപ്പ്. അപ്പോൾ എല്ലാവരും വെഡ്ഡിങ് ഷോപ്പിംഗ് ആണെങ്കിൽ
നേരിട്ട് ഷോപ്പിലേക്ക് വരിക. അല്ലാത്തവരാണെങ്കിൽ 1-2 വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് നോക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പഴശ്ശിരാജ സ്കൂൾ സ്റ്റോപ്പ്, കൈറമ്പാറ സ്റ്റോപ്പ്, അത്താണി സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് 5 കിലോമീറ്റർ ആണ്. മുമ്പ് ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഫുള്ളും ഷോപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് അങ്ങനെ 5 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്കൊക്കെ റീറ്റെയിൽ ഷോപ്പുകൾ പോയിട്ടുണ്ട്. നമ്മളങ്ങനെയല്ല, ഹോൾസെയിലായിട്ട് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് സാരികളും അതേപോലെ ഹോൾസെയിൽ പ്രൈസ്, നമ്മളിപ്പോൾ കടയിലേക്ക് ഏത് പ്രൈസിലേക്കാണോ നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുന്നത് അതേ പ്രൈസ് ആയിരിക്കും നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി കളേഴ്സുകൾ മാത്രമേ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ അയക്കാൻ പറഞ്ഞാൽ മതി, ഒരു ഫോട്ടോസ് അയച്ചു തരും നമ്മുടെ സ്റ്റാഫുകൾ. ഇതൊക്കെ നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് പുതിയതായിട്ട് നെയ്ത് വന്ന സാരികൾ തന്നെയാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെയാണ് ബ്ലൗസും പല്ലുവും വരിക. പിന്നെ നമ്മുടെ ചാനൽ വന്നിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. ഇന്നത്തെ ഗിവ് അവേ ക്വസ്റ്റ്യൻ, ഗിവ് അവേ സാരികളുണ്ട്, 10 സാരിയോളം ഗിവ് അവേ സാരികളുണ്ട്. നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും സമ്മാനങ്ങൾ തന്നെയാണ്. ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൂ കമ്പോസ് അവർ ഇന്ത്യൻ നാഷണൽ ആന്തം. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ജനഗണമന രചിച്ച രചയിതാവ് ആരാണ്? എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ആൻസർ തന്നെയാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. അറിയാത്തവർ ചെറിയ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. ഇത് നോക്കൂ, നല്ല പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ്, നല്ല ഒനിയൻ പിങ്ക് ഷെയ്ഡ്. അതേപോലെ ഉള്ളിലേക്ക് പല്ലുവിലേക്ക് വരുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഇത് കോൺട്രാസ്റ്റ് തന്നെയാണ്. ഇതും ഡബിൾ വാർപ്പ് തന്നെയാണ്. സാരികൾ ഇപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം ഡബിൾ വാർപ്പിൽ വരുന്ന സാരി പാറ്റേൺ ആണ്. ഇത് നോക്കൂ, അടിപൊളിയായിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡ് വിത്ത്, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി. നല്ല സോഫ്റ്റ് ആണ്. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന നല്ല പ്യുവർ കൈത്തറിയുടെ ഡബിൾ വാർപ്പിൽ വരുന്ന നല്ല സാരി കളക്ഷൻ തന്നെയാണ് ഇതെല്ലാം. ഇത്രയും കളേഴ്സുകൾ ഉണ്ട്. ഇതിപ്പോൾ ഈ ആഴ്ച നെയ്ത് വന്ന ഒരു 20 കളർ സെറ്റിലേക്ക് വരുന്ന സാരി പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഇനി സൈഡ് ബോർഡറിലേക്ക് കസവ് വേണമെന്നുള്ളവർക്കും സൈഡ് ബോർഡർ കസവ് നെയ്ത് ഉള്ളിലേക്ക് പേസ്റ്റൽ ഷെയ്ഡ് കൊടുത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നതാണ്. ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൈഡ് ബോർഡറിലേക്ക് ചെറിയൊരു കസവ് വേണമെന്നുള്ളവർക്ക് കസവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ചില കസ്റ്റമർ വരുമ്പോൾ അവർ കസവ് സൈഡ് ബോർഡർ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ സൈഡ് ബോർഡറിലേക്ക് കസവിട്ട് നെയ്ത് വന്ന സാരികളാണ് ഇതെല്ലാം. ഇതൊക്കെ അതിൻ്റെ കളറുകൾ ചേഞ്ച് വരുന്ന. ഇല്ല കസവും വേണ്ട, നമുക്ക് ഉള്ളിലേക്ക് വർക്കും വേണ്ട എന്നാണെങ്കിൽ പല്ലുവിലേക്ക് മാത്രം വർക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് സിമ്പിൾ, ഒരു വർക്കൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്ത് വന്നിരിക്കുന്ന പ്യുവർ കൈത്തറിയുടെ സാരി പാറ്റേൺ ആണ്. അതിൻ്റെയും കളേഴ്സുകൾ നല്ല നല്ല കളേഴ്സാണ്. എല്ലാം നല്ലൊരു അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇതിനൊരു 4 കളർ സെറ്റാണ് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അതെത്രയും ഇത് നോക്കൂ, നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. ഉടുത്ത് നിന്ന നല്ലൊരു സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് സിമ്പിൾ ആണെങ്കിലും ഒരുപാട് ഹെവി വർക്കൊന്നും ഇല്ലെങ്കിലും സ്റ്റാൻഡേർഡായിട്ട് ഉടുത്ത് നിൽക്കാൻ പറ്റിയ നല്ലൊരു സാരി ഡിസൈൻ തന്നെയാണ്. നോക്കൂ, നല്ലൊരു ചെയർ പയർ വെച്ചും സൈഡ് ബോർഡും മെറൂൺ ഷെയ്ഡും വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്യുവർ പട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വർക്കൊന്നും വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുകയാണ്. പ്യുവർ പട്ടിൽ നെയ്പ്പിച്ചെടുത്തിരിക്കുകയാണ്. അതേപോലെ ഞാൻ കുറച്ച് മുമ്പ് ഒരു ജറി വർക്കിൻ്റെ സൈഡ് ബോർഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കളർ ചേഞ്ചാണിത്. ഇതും അതേപോലെ നല്ലൊരു ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. നല്ല കളർഫുള്ളായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ടും ഗ്രീൻ ഷെയ്ഡിൽ സൈഡ് ബോർഡറിലേക്ക് പിങ്ക് ഷെയ്ഡ് വരുന്ന നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡ് വരുന്ന നല്ലൊരു കളർ പാറ്റേൺ. ഇങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് സാരികളുടെ കളേഴ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് ഡാർക്ക് ഷെയ്ഡ് നോക്കൂ. ഇത് നോക്കൂ, നല്ല ലൈറ്റ് ബേബി പിങ്കിൽ നല്ലൊരു ഡാർക്കാണ് പല്ലുവും ബ്ലൗസും വരുന്നത്. ഇതും അതേപോലെ ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ്. ഇത് നോക്കൂ, ഡാർക്ക് ഷെയ്ഡിൽ സൈഡ് ബോർഡർ വേണമെന്നുള്ളവർക്ക് ചെറിയൊരു സൈഡ് ബോർഡർ 3 ഇഞ്ച് വീതിയുടെ കസവിൻ്റെ സൈഡ് ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും നേരിട്ട് വെഡ്ഡിങ്ങിനൊക്കെ കുറേ അധികം എടുക്കുന്നവരാണെങ്കിൽ നേരിട്ട് ഷോപ്പിലേക്ക് തന്നെ വന്നോളൂ. ഇത് മാത്രമല്ലാതെ കുറേ വെഡ്ഡിങ് സാരിയുടെ പുതിയ പുതിയ കളക്ഷനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോസ് അന്നു വരുന്നത് മാക്സിമം നമുക്ക് പറ്റണതെല്ലാം വീഡിയോ ചെയ്യുന്നുണ്ട്. എന്നാലും പുതിയ ഡിസൈൻസ് വരുന്നതും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. ഇത് നോക്കൂ, ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ സൈഡ് ബോർഡർ കസവ് വേണമെന്നുള്ളവർക്ക് കസവിലും ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും നമുക്ക് ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിവ് എവേയും നിങ്ങൾക്ക് കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെയാണ് ഗിവ് എവേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ശരി, അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നോക്കാം.